ഞാൻ അവിടെ ഉന്നയിച്ച വിഷയം ഇത് ഞാനാണോ ആദ്യമായിട്ട് ഉന്നയിച്ചത്? ഇതൊരു ഒരു ഒരു ഇസ്ലാമിക പക്ഷത്ത് നോക്കുമ്പോൾ അങ്ങനെയാണോ? അല്ല. അതെ, ഉസ്താദുമാർ ഇത് പൊക്കി പറഞ്ഞതിൻ്റെ പേരിൽ, കേസായതിൻ്റെ പേരിൽ, വാർത്തയായതിൻ്റെ പേരിലൊക്കെയുള്ള സാധനങ്ങൾ നിങ്ങൾ കാണുക. അതെ, ഇത് റിപ്പോർട്ടർ ചാനലിൽ 2017 വന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. പെൺമക്കൾ ഉണ്ടാകുന്നത് അവിഹിത ബന്ധത്തിലാണ് എങ്കിൽ അവരുമായി പിതാവിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, ഇസ്ലാം മത പണ്ഡിതൻ. ഓക്കെ, ഇത് പറഞ്ഞതാരാണ്? ഇത് പറഞ്ഞ ആളുടെ പേര് എന്തോ ഒരു ഈജിപ്ഷ്യൻ ക്ലറിക്കാണ്. ഇതെവിടെ കാണാം? Man can have sex with daughters born out of wedlock, says Egyptian cleric. ഇതാണ് സംഭവിച്ചത് 2017. അതെ, 2017 വന്ന വാർത്തയാണ്. ഇനി മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി ദി ന്യൂ അറബ് എന്ന് പറയുന്ന പേജിൽ, ദി ന്യൂ അറബ് എന്ന് പറയുന്ന ഈ ഒരു പേജിൽ നമുക്കൊന്ന് കയറി നോക്കാം. ഈ ന്യൂസ് സ്ക്രോൾ ചെയ്ത് ലാസ്റ്റ് ഭാഗത്തെത്തുമ്പോൾ ഒരു എഡിറ്റോറിയൽ നോട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ മലയാള ആശയം ഇങ്ങനെയാണ്: ഈ വാർത്തയുടെ മുമ്പ് പ്രസിദ്ധീകരിച്ച പതിപ്പിൽ ആ പ്രഭാഷണം പരിഹാസസ്വരത്തിലാണ് അവതരിപ്പിച്ചതെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നില്ല. അതിനാൽ പണ്ഡിതൻ്റെ, അതായത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകളെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് അസംബന്ധമാണെന്ന് പ്രഭാഷകൻ തന്നെ സമ്മതിച്ചിരുന്നുവെന്ന വസ്തുത ഉൾപ്പെടുത്തുന്ന രീതിയിൽ ലേഖനം പിന്നീട് തിരുത്തിയിരിക്കുന്നു. എന്നാൽ ഈ പേജിൽ ഈ ന്യൂസ് ഇപ്പോഴും ഇതുപോലുണ്ട്. വളരെ മൈന്യൂട്ടായ തിരുത്തലുകൾ മാത്രമാണ് ഇവർ വരുത്തിയിട്ടുള്ളത്. ആ ഹെഡിങ് ഒക്കെ അതുപോലെ തന്നെ ഇപ്പോഴും അവർ കൊടുത്തിട്ടുണ്ട്. വ്യാജ വാർത്തയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഗതികെട്ടാണ് അവർ ഈ ഒരു എഡിറ്റോറിയൽ നോട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2012 സർസാവിയുടെ ഒരു വീഡിയോ ക്ലാസിൻ്റെ മുമ്പും ശേഷവുമുള്ള ഭാഗം കട്ട് ചെയ്ത് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നതും വാർത്തകളിൽ വരുന്നതും 2017 നവംബർ 4-നാണ്. പിറ്റേ ദിവസം നവംബർ 5 തന്നെ സർസാവി ഇതിൻ്റെ സത്യാവസ്ഥ വിശദീകരിച്ചുകൊണ്ട് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു വ്യാജ വാർത്തയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പല ന്യൂസ് പോർട്ടലുകളും ഈ ഒരു വാർത്ത റിമൂവ് ചെയ്യുകയും ചിലർ എഡിറ്റോറിയൽ നോട്ട് കൊടുക്കുകയും ചിലർ സർസാവിയോട് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും വിദ്വേഷവും വിരോധവുമുള്ള മീഡിയകളൊന്നും ഇപ്പോഴും ഈ വാർത്ത പിൻവലിച്ചിട്ടില്ല. അപ്പോഴാണ് 2026 നമ്മുടെ നാട്ടിലുള്ളൊരു മഹാൻ എന്തോ വലിയ സംഭവമാണെന്ന രൂപത്തിൽ തൻ്റെ വാദത്തിന് തെളിവായിട്ട് ഈ ഒരു വ്യാജ വാർത്തയുമായിട്ട് വരുന്നത്. ഡെയിലി മെയിൽ പോലെയുള്ള ന്യൂസ് പോർട്ടലുകൾ അവർക്ക് പറ്റിയ തെറ്റ് തിരുത്തുകയും വി അപ്പോളജൈസ് ടു മിസ്റ്റർ അൽ സർസാവി, സർസാവിയോട് മാപ്പ് പറയുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു വ്യാജ വാർത്തയാണെന്ന് ബോധ്യപ്പെടുന്നതിലൂടെ ആരിഫ് ഹുസൈൻ കൊണ്ടുവന്ന ഒന്നാമത്തെ യമണ്ടൻ കളവാണ് ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ നുണയിലേക്ക് പോകാം. ഇസ്ലാമിക സമൂഹം എത്തി നിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ്. ഒരു മദ്ഹബിലെ അബദ്ധമാണ് ഇപ്പോൾ ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്ന് സലഫികൾ പറയുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇത് വിശ്വാസികൾ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. എന്തായാലും ചർച്ച ആറ്റിക്കുറുക്കി വരുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? അതിവിടെയാണ് വന്ന് നിൽക്കുന്നത്. അതായത് അവിഹിതത്തിൽ ജനിച്ച മകളെ പിതാവിന് വിവാഹം കഴിക്കാം, ഷാഫി മദ്ഹബ് പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അവർ തന്നെ പറയുന്നത് ദിസ് ഇസ് നോട്ട് ഇസ്ലാം എന്ന് പറയുന്നു. ഓക്കെ, ഷാഫി പിന്നെ സംഗീത പറയലുണ്ടായ സാധനമായിരിക്കും. ഒരു മദ്ഹബിലെ അബദ്ധമാണ് ഇപ്പോൾ ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ, ഒരു മദ്ഹബിലെ അബദ്ധമാണ് ഇപ്പോൾ ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്ന് സലഫികൾ പറയുന്നിടത്തേക്ക് കൊണ്ടെത്തിച്ചതാണ് തൻ്റെ വിജയമെന്നാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ബായ്. ഈ സലഫ് റൈറ്റ് ചോയ്സ് എന്ന് പറയുന്ന പേജ് എടുത്ത് നോക്കിയാൽ മലയാളത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പേജ് ഒരു സലഫി സംഘടനയുമായും ബന്ധമില്ല. അതായത് ഊരും പേരും അഡ്രസ്സും ഒന്നുമില്ലാത്ത ഏതോ ഒരു ഫേക്ക് പേജ് കാണിച്ചിട്ടാണ് സലഫികളുടെ പേരിൽ കള്ളം പറയുന്നത്. ആരിഫ് ഹുസൈൻ്റെ രണ്ടാമത്തെ നുണയും ഇവിടെ ചീറ്റിയിരിക്കുകയാണ്. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ പച്ചക്കള്ളമാണ് ഈ പേജിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ പോസ്റ്റിൽ നോക്കൂ. അവിഹിതത്തിൽ ജനിച്ച മകളെ പിതാവിന് വിവാഹം കഴിക്കാം, ഷാഫിഈ മദ്ഹബ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എവിടെയും ഇങ്ങനൊരു വാചകം പറഞ്ഞിട്ടേയില്ല. ഷാഫിഈ ഇമാമിൻ്റെ പേരിൽ പച്ചക്കള്ളമാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. ഒരു സലഫിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ലോകത്തുള്ള മുഴുവൻ സലഫികളും അംഗീകരിക്കുന്ന നാസറുദ്ദീൻ അൽബാനി ഇങ്ങനെ പറയുന്നവരെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ തഹദീർ എന്ന ഗ്രന്ഥത്തിൻ്റെ 44-ാമത്തെ പേജിൽ കാണാം, വ്യഭിചാരത്തിൽ ജനിച്ച പുത്രിയെ പിതാവിന് വിവാഹം കഴിക്കൽ അനുവദനീയമാണെന്ന അഭിപ്രായം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തു പറയുന്നവർക്ക് പിഴവ് സംഭവിച്ചിരിക്കുന്നു. ലഖദ് അഖ്ത, അവന് തീർച്ചയായും പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് സലഫികളുടെ നേതാവ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞിട്ടുള്ളത്.
സലഫികളുടെ വലിയ നേതാവായ ഇബ്നുൽ ഖയ്യിം എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞതെന്ന് നിങ്ങൾ നോക്കൂ. വ്യഭിചാരത്തിൽ ജനിച്ച സ്വന്തം മകളെ വിവാഹം ചെയ്യൽ കറാഹത്താണ്, വെറുപ്പുള്ളതാണെന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നത്. വലം യഖുൽ ഖത്തുൻ അന്നഹു മുബാഹുൻ വലാ ജായിസുൻ. ഇത് മുബാഹാണെന്നോ ജായിസാണെന്നോ ഇത് അനുവദനീയമാണെന്നോ ഹലാലാണെന്നോ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം എന്നവർ പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബിൽ ഇത് അനുവദിച്ചിട്ടുണ്ടെന്ന് ഈ ഫേക്ക് പേജിൻ്റെ അഡ്മിനും അതുപോലെ ആരിഫ് ഹുസൈനും സംയുക്തമായി പറഞ്ഞ നുണയാണ് ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത്. ആരിഫ് ഹുസൈൻ്റെ മൂന്നാമത്തെ കളവും ഇവിടെ പൊളിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ലെവൽ 2 പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ 2 പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് മതവിധികൾ, ശർഈയായ ഹുക്കുമുകൾ, മതവിധികൾ ഏതൊക്കെയാണ്. 5 മതവിധികളാണുള്ളത്. അതിൻ്റെ ചാർട്ട് ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം. ഇസ്ലാമിലെ ഏതൊരു കാര്യം എടുത്താലും അതിൻ്റെ മതവിധി ഈ 5-ൽ ഏതെങ്കിലും ഒന്നായിരിക്കും. 5 മതവിധികൾ ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് വാജിബെന്നും മന്ദൂബെന്നും പറയുന്നത്. വാജിബെന്ന് പറഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം, മന്ദൂബെന്ന് പറഞ്ഞാൽ വാജിബിനോളം നിർബന്ധതയില്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്കാണ് ഹറാമെന്നും കറാഹത്തെന്നും പറയുന്നത്, അല്ലെങ്കിൽ മക്രൂഹ് എന്ന് പറയുന്നത്. ഹറാം നിർബന്ധമായും ഉപേക്ഷിക്കേണ്ട കാര്യമാണ് മക്രൂഹ്, ഹറാമിനോളം കണിശതയില്ല എങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മുഹമ്മദ് മുസ്തഫ അസ്സുഹൈലിയുടെ അൽ വജീസ് ഫി ഉസൂലിൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന ഗ്രന്ഥത്തിൽ ഹറാമിൻ്റെയും മക്രൂഹിൻ്റെയും ഡെഫിനിഷൻ, താരീഫ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഹറാം എന്നത് ശാരി അഥവാ അള്ളാഹുവും റസൂലും നിർബന്ധമായും അനിവാര്യമായും ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യമാണ്. മക്രൂഹ് എന്നത് അള്ളാഹുവും റസൂലും ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യമാണ്. ഹറാമിനോളം കണിശതയില്ല. ഹറാമും മക്രൂഹും അഥവാ കറാഹത്തും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഒരാൾ ഹറാമായ ഒരു കാര്യം ചെയ്താൽ അദ്ദേഹത്തിന് മരണാനന്തര ജീവിതം പരലോകത്ത് വെച്ച് ആ ഒരു കാര്യം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ മക്രൂഹിന് പരലോകത്ത് ശിക്ഷയില്ല. മരണാനന്തര ജീവിതത്തിലും പരലോകത്തിലും വിശ്വസിക്കാത്ത ആരിഫ് ഹുസൈനും സകല നിരീശ്വരവാദികൾക്കും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്യൂട്ടബിളായ വേർഡ് ഹറാം എന്നതിനേക്കാളും കറാഹത്ത് എന്നതാണ്. ഇനി നമുക്ക് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. അബി ഇസ്ഹാഖ് ഷിറാസിയുടെ അൽ മുഹദ്ദബ് ഫി ഫിഖ്ഹിൽ ഇമാം ഷാഫിഈ എന്ന ഗ്രന്ഥത്തിൻ്റെ 2-ാം വോളിയം 440-ാമത്തെ പേജിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഭാഗത്ത് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഖാല ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം ഷാഫിഈ റഹിമഹുല്ല പറയുന്നു, അക്റഹു അൻ യതസവ്വജഹാ, വ്യഭിചാരത്തിൽ ജനിച്ച പുത്രിയെ പിതാവ് വിവാഹം കഴിക്കൽ ഞാൻ വെറുക്കുന്നു. ഇതാണ് ഈ വിഷയത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. മുമ്പും ശേഷവുമുള്ള ഭാഗം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ വിഷയം വളരെ കൃത്യമായി ബോധ്യപ്പെടും. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ഒരു വാചകത്തിന് പലരും പല രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ ഖുർആനിക് മീനിങ് നൽകി വ്യാഖ്യാനിച്ചു. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സൂറത്തുൽ ഇസ്രായിലെ 29-ാമത്തെ ആയത്ത് മുതൽ, അതായത് 285-ാമത്തെ പേജിൽ ഓരോ കാര്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്. നിങ്ങൾ ധൂർത്ത് കാണിക്കരുത്, നിങ്ങൾ അതുപോലെ പിശുക്ക് കാണിക്കരുത്, അതുപോലെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ കൊല്ലരുത്, അതുപോലെ നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത്, മറ്റൊരാളെ നിങ്ങൾ വധിക്കാൻ പാടില്ല, കൊലപാതകം ചെയ്യാൻ പാടില്ല, വലാ തഖ്റബു മാലൽ യതീം, അനാഥകളുടെ സ്വത്ത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല, അത് കൈയടക്കാൻ പാടില്ല, അതുപോലെ അളവിലും തൂക്കത്തിലും നിങ്ങൾ കൃത്യത പാലിക്കണം, നിങ്ങൾ ഈ ഭൂമിയിൽ അഹങ്കാരം നടിച്ചുകൊണ്ട് നടക്കരുത്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം കാണാം 38-ാമത്തെ ആയത്ത്, കുല്ലു ദാലിക കാന സയ്യുഹു ഇൻദ റബ്ബിക മക്രൂഹ. ഈ പറഞ്ഞ മോശപ്പെട്ട കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വെറുക്കപ്പെട്ട കാര്യമാകുന്നു. മക്രൂഹ് എന്ന പദമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇമാം ഷാഫിഈ
ഷാഫിഈ റളിയല്ലാഹു അൻഹു അക്റഹു, ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞത് ഖുർആനിൻ്റെ ശൈലിയിൽ, അല്ലാഹു തആല പറഞ്ഞ ആ ഒരു ശൈലിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വെറുക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ഹറാമാണ്, അങ്ങേയറ്റം മോശപ്പെട്ട കാര്യങ്ങളാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഖുർആനിൽ വന്ന മക്രൂഹ് എന്ന പദത്തിൻ്റെ അർത്ഥത്തിലാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇവിടെ അക്റഹു എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് അത് ഹറാമാണ്, മോശപ്പെട്ട കാര്യമാണ് എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്നാണ് അവരുടെ നിലപാട്. ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ അബൂ ഇസ്ഹാഖ് അൽ മർവസി എന്നവർ ഈ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം വളരെ പ്രസക്തമാണ്. അൽ ഹാവിൽ കബീർ അതിൻ്റെ 11-ാം വാള്യം 393-ാമത്തെ പേജിൽ നമുക്ക് ഇപ്രകാരം കാണാം. വഹുവ ഖൗലു അബി ഇസ്ഹാഖ് അൽ മർവസി, അബി ഇസ്ഹാഖ് അൽ മർവസി എന്നവരുടെ അഭിപ്രായം യജൂസു അൻ തകൂന മഖ്ലൂഖത്തൻ മിമ്മാഇഹി, അവിടെ യജൂസു എന്ന വാക്കിന് അനുവദനീയം എന്നല്ല അർത്ഥം, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. യജൂസു സാധ്യതയുണ്ട്, അൻ തകൂന ആ ഒരു പെൺകുട്ടിയാകൽ മഖ്ലൂഖത്തൻ മിമ്മാഇഹി ഇവൻ്റെ തന്നെ സ്പേമിൽ നിന്ന് ജനിച്ച കുട്ടിയാകാൻ സാധ്യതയുണ്ട്. ഫഅലാ ഹാദാ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലൗ തഹഖഖ ഖൽഖുഹാ മിമ്മാഇഹി ഇവൻ്റെ തന്നെ ബയോളജിക്കൽ ഡോട്ടറാണ്, ഇവൻ്റെ തന്നെ ജൈവിക പുത്രിയാണ് ഇതെന്ന് ഉറപ്പിച്ചാൽ, അതെങ്ങനെയാണ്, അന്നത്തെ കാലത്ത് DNA ടെസ്റ്റ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ പരമാവധി സാധ്യത പറയാൻ വേണ്ടി പറയുന്ന ഉദാഹരണം തന്നെ നോക്കിക്കോണം. ബി അൻ ഹുബിസ മഅം മിൻ മുദ്ദത്തി സിന ഇല വഖത്തിൽ വിലാദ, വ്യഭിചാരം സംഭവിച്ചത് മുതൽ കുട്ടിയെ പ്രസവിക്കുന്നത് വരെ രണ്ടുപേരും ഒരു തടവിലാക്കപ്പെട്ടു, അങ്ങനെ 100% ബോധ്യപ്പെട്ടു ഇവൻ്റെ തന്നെ പുത്രിയാണ് ഇത് എന്ന്, എങ്കിൽ ഹുരിമത് അലൈഹി അവൻ്റെ മേൽ ആ പുത്രിയെ വിവാഹം കഴിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. ഇതാണ് അബൂ ഇസ്ഹാഖ് അൽ മർവസി എന്ന ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതൻ്റെ അഭിപ്രായം. ചില പണ്ഡിതർ ഹറാമല്ല, ഹറാമിൻ്റെ തൊട്ട് താഴത്തെ ഗ്രേഡിലുള്ള കറാഹത്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറാഹത്ത് എന്ന് പറഞ്ഞാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ആരിഫ് ഹുസൈൻ്റെ അടുത്ത നുണയിലേക്ക് പോകാം. ഈ അബദ്ധം ഈ ഉസ്താദിനെ എവിടുന്ന കിട്ടിയത്? ആയത്തുണ്ട്, പെട്ടിയിലിരിപ്പുണ്ട്, അതാണിത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതൊരു സാധനം, പെൺമക്കളുടെ വിധിയിൽ പൗത്രിയും ദൗഹിത്രിയും ഉൾപ്പെടുന്നു, എന്നാൽ അസാൻമാർഗിക ബന്ധത്തിലുണ്ടായ മകളെ സംബന്ധിച്ച വിധിയിൽ തർക്കമുണ്ട്. 4-ാമത്തെ നുണ, ഖുർആനിൽ ആയത്തുണ്ടെന്ന് പറഞ്ഞിട്ട് മൗദൂദിയുടെ ഖുർആൻ വ്യാഖ്യാനമാണ് ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നത്. ഇവിടെ വിധിയിൽ തർക്കമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 5 മതവിധികൾ പറഞ്ഞു. ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിന് ഹറാമെന്നും കറാഹത്തെന്നും പറയും. ഇത് ഹറാമാണോ കറാഹത്താണോ, ഏത് ഫിഖ്ഹി ടെർമിനോളജിയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടുന്നത് എന്ന വിഷയത്തിലാണ് തർക്കമുള്ളത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. അബൂ ഹനീഫ, മാലിക്, അഹ്മദ് ബിൻ ഹംബൽ എന്നീ ഇമാമുകളുടെ അഭിപ്രായത്തിൽ അവളും ന്യായബന്ധത്തിലുണ്ടായ മകളെ പോലെ ഹറാമാണ്. ഇമാം ഷാഫി പറയുന്നു അവൾ വിവാഹ നിഷിദ്ധകളായ സ്ത്രീകളുടെ കൂട്ടത്തിൽ പെടില്ലെന്ന്. വിവാഹ നിഷിദ്ധകളായ സ്ത്രീകളുടെ കൂട്ടത്തിൽ പെടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിവാഹം ഹറാമായ സ്ത്രീകളുടെ കൂട്ടത്തിൽ പെടില്ല, വിവാഹം കറാഹത്തായ ഹറാമിൻ്റെ തൊട്ടു താഴത്തെ ഗ്രേഡിലുള്ള വിവാഹം കറാഹത്തായ വിവാഹം ചെയ്യാൻ പാടില്ലാത്ത സ്ത്രീകളുടെ ഗണത്തിലാണ് ഇവർ ഉൾപ്പെടുന്നത്. ഇനിയാണ് 5-ാമത്തെ യമണ്ടൻ നുണ തട്ടിവിടാൻ പോകുന്നത്. അതിന് ഈ ഒരു മൗദൂദിയുടെ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് വായിച്ച് കേൾപ്പിക്കുന്നത്. അതാകുമ്പോൾ നുണ പെട്ടെന്ന് ആർക്കും മനസ്സിലാകില്ല. ഷാഫി however is of the opinion that such daughters are not prohibited. അവളെ വേണമെങ്കിൽ കെട്ടാം. നോട്ട് പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞാൽ ഹറാമല്ല, കറാഹത്താണ് എന്നാണ് അവിടെയുള്ള അർത്ഥം. അവളെ വേണമെങ്കിൽ കെട്ടാം എന്ന് ഷാഫിഈ ഇമാം പറഞ്ഞതായിട്ട് നമ്മുടെ ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട്. ഒന്നുകൂടെ ആ ഒരു സെൻറ്റൻസ് നിങ്ങളൊന്ന് കേൾക്കുക. അവളെ വേണമെങ്കിൽ കെട്ടാം. അവളെ വേണമെങ്കിൽ കെട്ടാമെന്ന് ഷാഫിഈ ഇമാം പറഞ്ഞിട്ടേ ഇല്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞതായിട്ട് ഒരര വരിയെങ്കിലും കാണിച്ചു തരാൻ ആരിഫ് ഹുസൈനെ വെല്ലുവിളിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ആയത്തുകൾ വേണം എന്നതാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ആയത്തും പിടിച്ചോളൂ. 25:54 സൂറത്ത് ഫുർഖാൻ, അതിനകത്ത് 54-ാമത്തെ ആയത്തെടുക്കുക. അതിൻ്റെ വിശദീകരണം, അതിൻ്റെ തഫ്സീറിലേക്ക് പോയി കഴിയുമ്പോൾ അതിൽ ഖുർത്തുബി അവിടെ തഫ്സീർ നിങ്ങൾക്ക് കാണാം. ഖുർആൻ .com നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത്
അതിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സാധനം കിട്ടും. അറബിയിലാണ്, ട്രാൻസ്ലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇത് അനിയത്തിയെ കാണിച്ചിട്ട് ചേട്ടത്തിയെ കെട്ടിക്കുന്ന പരിപാടിയാണ്. ആയത്തുണ്ട്, ഇന്ന ആയത്ത് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ച് കേൾപ്പിക്കുന്നത് ഖുർആനിലെ ആയത്തല്ല, ഖുർത്തുബിയുടെ തഫ്സീറിൽ നിന്നുള്ള വരികളാണ്. 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 54-ാമത്തെ ആയത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്: വെള്ളത്തിൽ നിന്നു മനുഷ്യനെ സൃഷ്ടിച്ചതും അവർക്കിടയിൽ കുടുംബ ബന്ധവും വൈവാഹിക ബന്ധവും സ്ഥാപിച്ചതും അവൻ തന്നെ, താങ്കളുടെ രക്ഷിതാവ് കഴിവുറ്റവൻ തന്നെ. ഇതിലെവിടെയാണ് ആരിഫ് ഹുസൈൻ പറയുന്ന ആശയമുള്ളത്? ഇനി നമുക്ക് ബാക്കിയൊന്ന് കേൾക്കാം. അതായത് ദ ജൂർ ഇസ് ഡിഫേർഡ് കൺസേണിങ് എ മാൻ മാരിങ് ഹിസ് ഡോട്ടർ ഫ്രം ഫോർണിക്കേഷൻ. അതായത് ഈ പറയുന്ന വ്യഭിചാരം, ഓർ ഹിസ് സിസ്റ്റർ ഓർ ഹിസ് പുള്ളി കുറച്ചുകൂടി കടന്നു കഴിയാണ്ടോ, ഓർ ഹിസ് ഗ്രാൻഡ് ഡോട്ടർ ഫ്രം ഫോർണിക്കേഷൻ. സ്വന്തം എന്താണ് മകളെ മാത്രമല്ല, പെങ്ങള്, പിന്നെ ഗ്രാൻഡ് ഡോട്ടർ, കൊച്ചുമോള്. A group prohibited that among them Ibn al-Qasim, okay, and it is the opinion of Abu Hanifa and his companions. Others permitted it. തഫ്സീറുൽ ഖുർത്തുബിയുടെ ഒറിജിനൽ വെർഷൻ അറബിയാണ്, നമുക്ക് അതൊന്ന് നോക്കാം. വ അജാസ ദാലിക ആഖറൂൻ, അതേഴ്സ് പെർമിറ്റഡ് ഇറ്റ് എന്നാണ് ഗൂഗിൾ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അജാസ എന്ന വാക്കിന് ലിംഗ്വിസ്റ്റിക് മീനിങ് അല്ല, ഭാഷാർത്ഥമല്ല കൊടുക്കേണ്ടുന്നത്, ടെക്നിക്കൽ മീനിങ് ആണ് കൊടുക്കേണ്ടുന്നത്. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല. ഇമാം ബഗ്വി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അത്തഹദീബ് ഫി ഫിഖ്ഹിൽ ഇമാം ഷാഫിഈ എന്ന ഗ്രന്ഥത്തിൻ്റെ 1-ാം വോളിയം 65-ാമത്തെ പേജിൽ ഈ വിഷയം വളരെ കൃത്യമായി പറയുന്നുണ്ട്. യജൂസു എന്ന പദം ഇദാ ഉളീഫ ഇലൽ ഉഖൂദ്, ഒരു ഇടപാടിലേക്ക് റിലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാന ബിമഅന സിഹ, അവിടെ ആ പദത്തിൻ്റെ അർത്ഥം നിയമസാധുതയുള്ളത് എന്നാണ്, അനുവദനീയം എന്നല്ല അവിടെ അർത്ഥം കൊടുക്കേണ്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം, തഫ്സീറുൽ ഖുർത്തുബിയിൽ അജാസ എന്ന പദമല്ലേ ഉള്ളത്, ഇവിടെ ഞാൻ വായിച്ചത് യജൂസു എന്ന പദത്തിനെ കുറിച്ചല്ലേ എന്ന്. ആ സംശയത്തിനും കൂടിയുള്ള മറുപടി പറയാം. 2 പദങ്ങളുടെയും അറബിക് റൂട്ട് സെയിം ആണ്. അജാസ എന്ന് പറഞ്ഞാലും യജൂസു എന്ന് പറഞ്ഞാലും, യജൂസു എന്ന് പറയുന്നത് സിമ്പിൾ വേർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഫോമാണ്, അജാസ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ്. അതൊരു വിഷയമാക്കേണ്ട കാര്യമേ അല്ല. അറബിക് ഗ്രാമർ അറിയുന്നവർക്ക് ഈ വിഷയം മനസ്സിലാകും. അപ്പോൾ യജൂസു എന്ന പദം അല്ലെങ്കിൽ അജാസ എന്ന പദം അഖദിലേക്ക്, ഉടമ്പടിയിലേക്ക്, അതായത് വിവാഹം, കച്ചവടം തുടങ്ങിയുള്ള കാര്യങ്ങളിലേക്ക് ചേർത്ത് പറയുമ്പോൾ അവിടെ അതിന് നൽകേണ്ടുന്ന ആ അജാസ യജൂസു എന്ന പദത്തിന് കൊടുക്കേണ്ട അർത്ഥം ബിമഅന സിഹ, ലീഗലി വാലിഡാണ് അല്ലെങ്കിൽ നിയമസാധുതയുള്ളത് എന്നാണ് അവിടെ അർത്ഥം കൊടുക്കേണ്ടുന്നത്. അപ്പോൾ ആരിഫ് ഹുസൈൻ പറഞ്ഞ അതേഴ്സ് പെർമിറ്റഡ് ഇറ്റ് വജാസ ദാലിക ആഖറൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റുള്ളവർ അത് അനുവദിച്ചു എന്നല്ല, മറ്റു പണ്ഡിതർ അതിന് നിയമസാധുതയുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വ്യഭിചാരത്തിൽ ജനിച്ച പുത്രിയെ പിതാവ് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത കാര്യമാണ്, മക്രൂഹാണ്. എന്നാൽ അങ്ങനെ വിവാഹം ചെയ്താൽ അത് ലീഗലി വാലിഡാണ്. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം അത് ചെയ്തു കഴിയുമ്പോൾ അതെങ്ങനെയാണ് ലീഗലി വാലിഡ് ആകുന്നത്, നിയമസാധുതയുള്ളതാകുന്നത്? അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ റൗളയിൽ 2-ാം വോളിയം 46-ാമത്തെ പേജിൽ നമുക്ക് കാണാം, വെള്ളിയാഴ്ച ദിവസം ഇമാമ് മിമ്പറിലേക്ക് കയറുകയും മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് കച്ചവടം ചെയ്യൽ ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ഇനി ഈ ഒരു ഹറാമായ സമയത്ത് 2 പേർ തമ്മിൽ കച്ചവടം നടത്തി കഴിഞ്ഞാൽ ആ കച്ചവടത്തിന് നിയമസാധുതയുള്ളതാണ്, അത് ലീഗലി വാലിഡാണ്. അതായത് ഞാനിപ്പോൾ ഒരാൾക്ക് ഒരു മൊബൈൽ ഫോൺ വിറ്റു കഴിഞ്ഞാൽ ആ സമയത്ത് വിൽക്കാൻ പാടില്ല, ഹറാമാണ്. പക്ഷേ വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പ് എൻ്റെ അടുത്ത് നിന്ന് ആ വ്യക്തിയിലേക്ക് മാറും, പിന്നെ എനിക്ക് ആ ഫോണിൽ യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല. അവിടെ കച്ചവടം ലീഗലി വാലിഡാണ്. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അങ്ങനെ നിക്കാഹ് ചെയ്യാൻ പാടില്ല, പക്ഷേ അങ്ങനെ നിക്കാഹ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലീഗലി വാലിഡാണ്, നിയമസാധുതയുള്ളതാണ്. ഇവിടെ ഇമാമുകൾ നിയമസാധുതയുള്ളതാണ്, അജാസ യജൂസു എന്നൊക്കെ പറഞ്ഞതിനെയാണ് ചിലർ അനുവദനീയമാക്കി അനുവദിച്ചു എന്നൊക്കെ തെറ്റായ അർത്ഥം കൊടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഇനി ഈ വീഡിയോയിൽ കാണിക്കുന്ന മറ്റൊരു തെളിവാണ് ഫത്ഹുൽ മുഈൻ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു. തൻ്റെ വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ചവൾ ഹറാമല്ല എന്ന് ഫത്ഹുൽ മുഈനിലുണ്ട് എന്നാണ് ഇപ്പോൾ പരക്കെ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ആ ഫത്ഹുൽ മുഈനിൻ്റെ വിശദീകരണ ഗ്രന്ഥമായി ഇയാനത്തു ത്വാലിബീനിൽ വളരെ വ്യക്തമായി കാണാം, ലാക്കിൻ യുക്റഹു, ഹറാമല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം, അനുവദിച്ചിട്ടുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം.
കറാഹത്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നാണ് ഇവിടെയും അതിൻ്റെ അർത്ഥം. ഇത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ആയത്ത് പെട്ടി തുറക്കുന്നു എന്ന് പറഞ്ഞ് ആരിഫ് ഹുസൈൻ ചെയ്ത വീഡിയോയിൽ ആ ആയത്ത് പെട്ടി തപ്പി നോക്കിയപ്പോൾ ആരിഫിൻ്റെ 6 നുണകളാണ് കിട്ടിയത്. ഈ വീഡിയോ തുടക്കം മുതൽ ഇതുവരെ കണ്ട എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ആരിഫ് ഹുസൈൻ പറഞ്ഞത് നുണയാണെന്നും ഇസ്ലാമിക പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.